ജിതിൻ, ഈശ്വർ മൽപെ മടങ്ങി വരണം എന്നുള്ളൊരു അഭിപ്രായമുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ അരുൺകുമാർ ചോദിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എങ്ങനെയാണ് ഒരു പ്രതീക്ഷ എന്താണ്? അതിൽ ഈശ്വർ മാൽപെ തിരിച്ചു വരണോ എന്നുള്ളത് അതിൽ ആധികാരികമായിട്ട് പറയാൻ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ടെക്നിക്കൽ പക്ഷേ അതിന് സാധ്യത ഉണ്ടോ എന്നുള്ളത് ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷനും ഇവിടുത്തെ സംവിധാനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹം ഇറങ്ങണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷേ അതിന് ഡഡ്ജിങ്ങിന് തടസ്സമുണ്ടാകും എന്നൊക്കെ അവർ പറഞ്ഞു. അപ്പം അത് ഏത് രീതിയിലാണ് വേണ്ടത് അവരെന്നെയാണ് തീരുമാനിക്കുന്നത്. ഞങ്ങൾക്കതിൽ പ്രത്യേക കാരണം എങ്ങനെ ഞങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും, അല്ല വേണ്ടാന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് അറിയില്ല. കാരണം നമ്മളിപ്പോൾ ഇവരെ വിശ്വാസത്തിലെടുത്ത് ഇവരെ രീതിയിൽ മുന്നോട്ട് പോകുക എന്ന് തന്നെയാണ് നമ്മൾ തീരുമാനിക്കുക. കാരണം നമുക്ക് ഇപ്പം ഇന്നാണെങ്കിൽ നേവിയുടെ സപ്പോർട്ടും എല്ലാ സംവിധാനങ്ങളും എല്ലാം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഏത് രീതിയിലാണ് അതിനെക്കുറിച്ച് പറയേണ്ടതെന്ന് എനിക്കറിയില്ല അത് ശരിക്കും. നിലവിലുള്ള ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരച്ചിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ശുഭസൂചകമായിട്ടുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ? എങ്ങനെ നിങ്ങൾ ഉണ്ട്. കാരണം ഡ്രഡ്ജിങ് ആണ് ഇവിടെ സാധ്യത ഏറ്റവും കൂടുതലുള്ളതെന്ന് ഓൾറെഡി നമുക്ക് പറഞ്ഞു കഴിഞ്ഞ സംഭവമാണ്. രണ്ടാമത്തെ തെരച്ചിൽ നിൽക്കുമ്പോൾ തന്നെ മുങ്ങിയിട്ടുള്ള ഒരു തെരച്ചിൽ ഇനി സാധ്യമല്ല എന്നാണ് അന്നെല്ലാം അറിയിച്ചിരിക്കുന്നത്. അത് പ്രകാരമാണല്ലോ ഡ്രഡ്ജിങ് എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ സംവിധാനങ്ങളെല്ലാം ഇവർ പ്രവർത്തിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ഇതിലിപ്പോൾ ഈ പോയിന്റ് 1, 2 എന്ന് പറയുന്ന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന വേണം എന്നുള്ളത് നിങ്ങൾ ആവശ്യപ്പെട്ടിരുന്നല്ലോ. ആ നിലയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തി. അതെ, ഇത് ഇന്ന് നേവിയോട് വന്നതിന് ശേഷം അത് കൂടുതൽ കാര്യക്ഷമമായിട്ട് നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ ഭാഗമാണ് അവർ മാർക്ക് ചെയ്ത ഏറ്റവും സ്ട്രോങ് സിഗ്നലുള്ള ഭാഗം ആ ഭാഗത്താണ്. അപ്പം നല്ല കാര്യമാണ് അവിടെ കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്തുന്നത്. അത് ഗുണകരമാവും തന്നെയാണ് കരുതുന്നത്. ഇതിപ്പം മേജർ ജനറൽ ഇന്ദ്രബാലൻ കൂടി എത്തുന്നുണ്ട്. അദ്ദേഹം CP4 കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന ഒന്നുകൂടി നടത്താമെന്നുള്ള രീതിക്കാണ് പറയുന്നത്. അതായത് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അങ്ങനെ ഒരു ഇത് വരുന്നതിനെക്കുറിച്ച് എന്താണ് നിങ്ങളത് ആവശ്യപ്പെട്ടിരുന്നത്? ഇന്ദ്രബാലൻ്റെ സഹായം വേണമെന്ന് ഞങ്ങൾ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടല്ല. ഞങ്ങൾ നേവിയുടെ അവരോ മാർക്ക് ചെയ്ത സ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് MLA ഇദ്ദേഹത്തിന് ഞങ്ങളായിട്ട് ആവശ്യപ്പെട്ടതല്ല ഇത്. നേവിയോ അല്ലെങ്കിൽ ഇവർ മാർക്ക് ചെയ്ത പൊസിഷൻ ഉണ്ടല്ലോ, ആ പൊസിഷനിൽ ആദ്യം തെരച്ചിൽ നടത്തിയതിന് ശേഷം മറ്റ് കേന്ദ്രങ്ങളിലേക്ക് പോകുന്നതായിരിക്കും ഉചിതമെന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ഇന്ദ്രപാലിനെ വിളിച്ചത്. ഇതിലിപ്പം ഇന്നലെ ഒരു ബോണ്ട് പാർട്ട് കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നിങ്ങളോട് ഏതെങ്കിലും തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നോ? ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് ആരെങ്കിലും ബന്ധപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനൊരു കാരണം അവർക്ക് സ്ഥിരീകരണം വരാതെ നമ്മളെ അറിയിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ടായിരിക്കാം. കാരണം സ്ഥിരീകരണം വരട്ടെ, അത് നമ്മൾക്കും അതിൽ ആകാംക്ഷ എന്ന് പറഞ്ഞതുണ്ട്. പക്ഷേ എന്തായാലും ഒഫീഷ്യൽ സ്ഥിരീകരണം വരാതെ നമുക്ക് അതിൽ പ്രതികരിക്കാൻ പറ്റില്ലല്ലോ. അതാണ് നിലവിലെ സെർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃപ്തികരമാണ് എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടല്ലോ, അവർ നോക്കാം. നമുക്ക് അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.